ജെറമിയ അധ്യായം 52. രാജാവായപ്പോൾ സെദെക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവൻ്റെ മാതാവ്. യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിൻ്റെ കോപം ജെറുസലമിൻ്റെയും യൂദായുടെയും മേൽ നിബന്ധിച്ചു. അവിടുന്ന് അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദെക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദെക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു. സെദെക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്ക് ഓടി. എന്നാൽ കൽദായ സൈന്യം സെദെക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീക്കോ സമുദ്രത്തിൽ വെച്ച് പിടികൂടി. അവൻ്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദെക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദെക്കിയായുടെ പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ വെച്ച് കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ചു. അവൻ സെദെക്കിയായുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം നെബൂഖദ്നേസറിൻ്റെ അംഗരക്ഷക പ്രധാനിയായ നെബുസരദാൻ ജെറുസലമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പമുണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിൻ്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബുസരദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിൻ്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, വറചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബുസരദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഇരുതൂണുകളുടെയും ജലസംഭരണിയുടെയും അതിനടിയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിൻ്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിൻ്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂട്ടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാന പുരോഹിതൻ സെരായിയായെയും സഹപുരോഹിതൻ സഫാനിയായെയും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപൻ്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും
കാവൽപ്പട നായകൻ ബന്ധനസ്ഥരാക്കി. സേനാനായകനായ നെബൂസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദാ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നെബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്. അവൻ്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽ മെറോദാക്ക് ബാബിലോണിൻ്റെ ഭരണമേറ്റെടുത്ത വർഷം യൂദാ രാജാവായ യഹോയാക്കിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ കാരാഗ്രഹവാസത്തിൻ്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യഹോയാക്കിനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവൻ്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു. Chapter 52. Zedekiah was 21 years old when he became king, and he reigned 11 years in Jerusalem. His mother's name was Hamutal, daughter of Jeremiah of Libnah. He did what was evil in the eyes of the Lord, just as Jehoiakim had done. Indeed, what was done in Jerusalem and in Judah so angered the Lord that he cast them out from his presence. Zedekiah rebelled against the king of Babylon. In the 10th month of the 9th year of his reign, on the 10th day of the month, Nebuchadnezzar, king of Babylon, and his whole army advanced against Jerusalem, and camped around it, and built siege walls on every side. The siege of the city continued until the 11th year of King Zedekiah. On the 9th day of the 4th month, when famine had gripped the city, and the people had no more bread, the city walls were breached. Then all the soldiers took to flight and left the city by night through the gate between the two walls, which was near the king's garden. With the Chaldeans surrounding the city, they went in the direction of the Arabah. But the Chaldean army pursued the king and overtook Zedekiah in the desert near Jericho, while his whole army fled from him. The king therefore was arrested and brought to Riblah in the land of Hamath to the king of Babylon, who pronounced sentence on him. As Zedekiah looked on, the king of Babylon slew his sons, as well as all the princes of Judah at Riblah. Then he blinded Zedekiah, bound him with fetters, and had him brought to Babylon, and kept in prison until the day of his death. On the 10th day of the 5th month, this was in the 19th year of Nebuchadnezzar king of Babylon, Nebuzaradan, captain of the bodyguard, came to Jerusalem as the representative of the king of Babylon. He burned the house of the Lord, the palace of the king, and all the houses of Jerusalem. Every large building he destroyed with fire, and the Chaldean troops who were with the captain of the guard tore down all the walls that surrounded Jerusalem. Then Nebuzaradan, captain of the guard, led into exile the rest of the people left in the city, and those who had deserted to the king of Babylon, and the rest of the artisans. But some of the country's poor Nebuzaradan, captain of the guard, left behind as vine-dressers and farmers. The bronze pillars that belonged to the house of the Lord, and the wheeled carts, and the bronze sea in the house of the Lord, the Chaldeans broke into pieces. They carried away all the bronze to Babylon. They took also the pots, the shovels, the snuffers, the bowls, the pans, and all the bronze vessels used for service. The basins also, the fire holders, the bowls, the pots, the lampstands, the pans, the sacrificial bowls which were of gold or silver, these too the captain of the guard carried off, as well as the 2 pillars, the 1 sea, and the 12 oxen of bronze under the sea, and the wheeled carts which King Solomon had made for the house of the Lord. The bronze of all these furnishings could not be weighed. Each of the pillars was 18 cubits high and 12 cubits in diameter. Each was 4 fingers thick and hollow inside. A bronze capital 5 cubits high surmounted the 1 pillar, and a network with pomegranates encircled the capital, all of brass, and so for the other pillar.
The pomegranates, there were 96 pomegranates. There were 100 pomegranates all around the network. The captain of the guard also took Seraiah the high priest, Zephaniah the second priest, and the 3 keepers of the entry. And from the city he took 1 courtier, a commander of soldiers, and 7 men in the personal service of the king who were present in the city, and the scribe of the army commander who mustered the people of the land, and 60 of the common people who were in the city. The captain of the guard, Nebuzaradan, arrested these and brought them to the king of Babylon at Riblah, who had them struck down and put to death in Riblah, in the land of Hamath. Thus was Judah exiled from her land. This is the number of the people whom Nebuchadnezzar led away captive. In his 7th year, 3,023 people of Judah. In the 18th year of Nebuchadnezzar, 832 persons from Jerusalem. In the 23rd year of Nebuchadnezzar, Nebuzaradan, captain of the guard, exiled 745 people of Judah, 4,600 persons in all. In the 37th year of the exile of Jehoiakim, king of Judah, on the 25th day of the 12th month, Evil-Merodach, king of Babylon, in the inaugural year of his reign, took up the case of Jehoiakim, king of Judah, and released him from prison. He spoke kindly to him and gave him a throne higher than that of the other kings who were with him in Babylon. Jehoiakim took off his prison garb and ate at the king's table as long as he lived. The allowance given him by the king of Babylon was a perpetual allowance, in fixed daily amounts, all the days of his life until the day of his death.